ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പ്ലാന്റ് ഹാങ്ങർ എങ്ങനെ പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. തൂക്കുചട്ടികൾ ഇപ്പോൾ എല്ലാ വീടുകളിലും വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 3 മീറ്റർ അളവിൽ 4 പ്ലാസ്റ്റിക് റോപ്പ് എടുക്കാം. ആ 4 പ്ലാസ്റ്റിക് റോപ്പുകളും ഒരു പഴയ വളയിലോ റിങ്ങിലോ കടത്തുക. നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് ഉള്ള ഒരു റിങ് ആയിരിക്കണം. കമ്പി കൊണ്ടുള്ളതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് അതിലെ ഒരു റോപ്പ് എടുത്തിട്ട് യു ഷേപ്പിൽ വയ്ക്കുക. പിന്നെ ചുറ്റണം, നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റണം. നമ്മൾ ഈ പ്ലാന്റ് ഹാങ്ങറിന് ഏറ്റവും ആദ്യം ഇടുന്ന നോട്ടാണ്. നല്ല ടൈറ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ചുറ്റി കൊടുക്കുക. ഒരു 4-5 ചുറ്റൽ ചുറ്റിക്കോ. അതിൻ്റെ എൻഡിൽ ആ യു അവസാനിക്കുന്നതിന് മുമ്പ് നിർത്തണം ചുറ്റൽ. എന്നിട്ട് അതിൻ്റെ ആ റോപ്പിൻ്റെ എൻഡ് ആ യുവിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്യുക, കറക്റ്റ് വലിക്കുക. അത് ടൈറ്റായതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറക്കി കൊടുക്കുക, ടൈറ്റ് ആവുന്നത് വരെ. ഇനി അത് വിട്ടുപോവില്ല, കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കണം. ഇപ്പം നമുക്കിതിൽ 4 പെയർ റോപ്പുകളാണ് കിടക്കുന്നത്. അതിൽ ആദ്യം ഒരു പെയർ എടുക്കുക. അതിൽ ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് ഹാൻഡിലുള്ള ആ റോപ്പ് റൈറ്റിൻ്റെ അടിയിലൂടെ എടുക്കുക. എന്നിട്ട് 4 ഫോം ചെയ്യുക. അതിനുശേഷം ആ 4ൻ്റെ ആ ഒരു റോപ്പ് യു ഫോമിൽ പിടിച്ചിട്ട് ഈ വള്ളിയുടെ താഴത്ത് കൂടെ എടുക്കുക. ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ എടുക്കണം, എന്നാലേ ഒരു നോട്ട് ഫോം ചെയ്യുള്ളൂ. എന്നിട്ട് മറ്റേ വള്ളി വേണം വലിക്കാൻ, ടൈറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയാണോ നോട്ട് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യും. റിംഗ് ഷേപ്പിലുള്ള വള്ളീനെ നമുക്ക് മേലേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ചെയ്യാനായിട്ട് മറ്റേ വള്ളി വേണം വലിക്കാൻ. ആ പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ വള്ളി വലിച്ച് കറക്റ്റ് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ വള്ളിയുടെ വീണ്ടും യു ഷേപ്പാക്കി ഫ്രണ്ടിലൂടെ കടത്തണം. ആ റിങ് ഷേപ്പിൽ നിൽക്കുന്ന റോപ്പിലൂടെ കടത്തി കൊടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുക. അപ്പോൾ പുതിയ പുതിയ നോട്ടുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. റിങ് ഷേപ്പ് പോവാൻ പാടില്ല, അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. റിങ് ഷേപ്പിലല്ലാത്ത വള്ളി യു ഷേപ്പിലാക്കിയിട്ട് ഈ റിങ്ങിലൂടെ ഫ്രണ്ടിലൂടെ കടത്തി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വലിക്കുക. എവിടെ വരെ നമുക്ക് നോട്ട് ഇടണോ അത്രയും നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഇപ്പോൾ ഒരു പെയർ നമ്മൾ നോട്ടിട്ട് കഴിഞ്ഞിരിക്കുക. ഒരു 30 സെൻറ്റിമീറ്ററെങ്കിലും താഴോട്ട് ബാലൻസ് ഇട്ടിട്ട് വേണം നമ്മൾ നോട്ടിട്ട് നിർത്താൻ. ചട്ടി വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് ഈ നോട്ട് എൻഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആ റിങ്ങിൽ കൂടെ അപ്പുറത്തെ വള്ളി കടത്തണം, എന്നിട്ട് ടൈറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്.
ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോട്ടിൻ്റെ എൻഡിൽ നിൽക്കുന്ന രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ബീഡിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ 2 കെട്ടിട്ട് കൊടുക്കാം, 2 എണ്ണം. അത് ആ ബീഡ് ടൈറ്റായി നിൽക്കാനും നോട്ട് അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട്. ഇതപ്പോൾ ഒരു പെയറിൻ്റെ നമ്മൾ നോട്ടിട്ട് തീർന്നു. ഇനി ബാക്കി 3 പെയറും ഇതുപോലെ തന്നെ ചെയ്യണം. ഒരു പെയറും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 3 പെയറും ചെയ്യണം. ഇപ്പം 4 പെയർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ ഒരു പെയറിൻ്റെ ഒരു വള്ളിയും അപ്പുറത്തെ പെയറിൻ്റെ ഒരു വള്ളിയും എടുത്തിട്ട് കൂട്ടി ഇതുപോലെ കെട്ടണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു വി ഷേപ്പ് കിട്ടും. അങ്ങനെ എല്ലാ പെയറിൽ നിന്നും എടുത്തിട്ട് കൂട്ടിക്കെട്ടണം. സാധാരണ കെട്ടാണ് നമ്മൾ കെട്ടുന്നത്. അത് എല്ലാം ഒപ്പായെന്ന് വെച്ച് നോക്കിയിട്ട് ഒരേ പൊസിഷനിൽ കെട്ടാം. അപ്പോൾ എല്ലാം കെട്ടിത്തീർന്നുണ്ട്. ഇതിലേക്ക് ചട്ടി കടത്തി വെക്കേണ്ടതാണ് നമുക്ക്. അങ്ങനെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. പിന്നെ ലാസ്റ്റ് നോട്ട് നമ്മളിടാണ്. അതിന് നമ്മൾ ആദ്യം ഇട്ട ആ നോട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു യു ഷേപ്പിൽ പിടിച്ചിട്ട് ആ വള്ളീനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ യുവിൻ്റെ എൻഡിലേക്ക് ആ വള്ളിയുടെ തുമ്പ് കടത്തി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കെട്ടുന്നതിന് മുമ്പ് നമുക്ക് ചട്ടി ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം, അതിൻ്റെ പൊസിഷൻ അറിയാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഈസിയാണ് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയിൽ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങറാണ്. ഇത് വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.